ഇന്ന് ബി എം ഒക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നമ്മളെ തോട്ടത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മളെ ബറാവാപ്പഴത്തിലൊക്കെ അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് ഇപ്പം ആരും അങ്ങനെ പറിക്കുന്നില്ല. ഇപ്പൊ ബി എം ഇതാ കുറച്ചൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മധുരം കുറവാണ്, നല്ല മഴ ആയതുകൊണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മള് മാംഗോസ്റ്റിൻ ഉണ്ട്. മാംഗോസ്റ്റിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇപ്പതാ കുറച്ച് മാംഗോസ്റ്റ്, 1-2 മാംഗോസ്റ്റ് പഴുത്ത് കാണുന്നുണ്ട്. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാംഗോസ്റ്റിൻ. അന്ന് നമ്മൾ ഒരൊറ്റ ഒന്ന് കിട്ടി, അത് കറക്റ്റായിട്ട് പഴുത്ത് കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് മാംഗോസ്റ്റിൻ പഴുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അവിടെ നല്ലൊരു മാംഗോസ്റ്റിൻ പഴുത്താണ്. അതുണ്ടോ, നല്ല ബ്രൗൺ നിറത്തിലുള്ള മാംഗോസ്റ്റാ. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ബി എം താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാംഗോസ്റ്റിൻ ഈ വർഷം ഇങ്ങനെ കഴിച്ചിട്ടില്ല, ഈ വർഷം ആകുന്നേ ഉള്ളൂ. മരത്തിലൊക്കെ അടുത്ത ആഴ്ച മുതൽ നല്ല മാംഗോസ്റ്റിൻ ആവട്ടോ. നമുക്കൊരു വിളവെടുപ്പ് നടത്താനൊക്കെ ഉണ്ട്. നമ്മൾ ആയത് 1-2 ഉണ്ട്, അത് മാത്രം പറിച്ചെടുക്കുന്നുള്ളൂ. ഈ മരം നല്ല നമ്മുടെ ഫാമിലുള്ള വലിയ മാംഗോസ്റ്റിന്റെ മരം ഇതാട്ടോ. മുകളിലോട്ട് കയറാൻ നല്ല കമ്പുകൾ അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മുകളിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല, 2-3 ഉണ്ട് കേട്ടോ. മുകളിൽ എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ പഴുത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും ക്ലാസ് കഴിഞ്ഞാൽ ബി എം ഒക്കെ മരത്തിന്റെ അടിയിലായിരിക്കും. മാംഗോസ്റ്റിൻ ആയി കഴിഞ്ഞാല് ഇതാ ഒന്ന് സൂപ്പർ എന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ ഇടുന്നില്ല, മുകളിലോട്ട് മറ്റൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഇറങ്ങാം. മുകൾ ഭാഗത്തും കുറച്ച് കൂടുതലുണ്ട്. മാംഗോസ്റ്റിനൊക്കെ ആവുന്ന പറിച്ചെടുത്തില്ലെങ്കിൽ അണ്ണാന്റെ ശല്യം കൂടുതലാട്ടോ. ഇടയ്ക്കിടയ്ക്ക് അണ്ണാൻ വരും. ഇവിടെയൊക്കെ അണ്ണാൻ കഴിച്ചു പോയതാ. ഇതുപോലെ ഉണ്ടോ അണ്ണാൻ കഴിച്ച്, കണ്ടില്ലേ? അണ്ണാൻ കഴിച്ച അതുപോലെ ഇടും. അപ്പൊ താഴെ ഇറങ്ങുകയാണ്. ഇത് അത്യാവശ്യത്തിൽ ഇത്രയും മാംഗോസ്റ്റിൻ കിട്ടിയിട്ട് ബാക്കി പോക്കറ്റിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നും എടുക്കാതെ വന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ കാണുതാ സൂപ്പർ മാംഗോസ്റ്റിൻ. ഇങ്ങോട്ട് ഇതാ നല്ല മാംഗോസ്റ്റിൻ. പിടിക്ക് വെച്ച് കട്ട് ചെയ്തരാ. അതിന് പോക്കറ്റിലുണ്ട് കേട്ടോ. നമ്മൾ 1-2 കണ്ട് കയറിയത്, പക്ഷെ മുകളിലെത്തിയപ്പം അത്യാവശ്യം ഇതാ ഇത്രയും മാംഗോസ്റ്റിൻ ഉണ്ട്. പിടിക്ക്. ഞങ്ങളാണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല. ഒരു അത്രയൊന്നും മാംഗോസ്റ്റിൻ ഉണ്ടാവുന്ന ഒന്നും അറിയില്ലായിരുന്നു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാ. ഇത്രയും മാംഗോസ്റ്റിൻ ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നമുക്ക് ഇവിടെ വെക്കാം. എൻ്റെ ബി എം ഒക്ക് നല്ലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം, കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ കേട്ടോ. ഇതിൽ കണ്ടില്ലേ 1, 2, 3, 4, 5, 6 ഇതിന്റെ പുറത്തുണ്ടാകുന്ന ഈ 6 അടയാളം ഉണ്ടല്ലോ, അതനുസരിച്ചിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എത്രത്തോളം നമുക്ക് കഴിക്കാനുള്ള അതിന്റെ ഫ്ലഷിൽ കുരുകൾ കിട്ടും കേട്ടോ. നോക്കി നോക്കാം. നല്ല സൂപ്പർ സാധനം കേട്ടോ. നിങ്ങൾക്ക് തരാ ഇങ്ങോട്ട് എടുത്തോ. 2 എടുത്തിട്ടുണ്ട്. 2 ഞാൻ വെച്ചോട്ടെ. അതല്ലേ സൂപ്പർ മധുരം. 3, 4, 5, 6 കറക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് ഈ തൊണ്ടിൽ കാണുന്ന ഇവിടെ എത്ര എണ്ണാണോ, ഇതിപ്പോ 3, 3, 6, 7 ഉണ്ട്. അങ്ങനെ ഓരോന്നനുസരിച്ചിരിക്കും കേട്ടോ. 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. 7 കുരു ഇതിലുണ്ടാവണം, അങ്ങനെയാണ് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇതിൽ 6 കറക്റ്റ് 6 കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ ഈ വലിയ മരത്തുനിന്ന് ഇത്രയും പഴുത്ത കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അതാടാ ഇറങ്ങിയപ്പോൾ ഒന്ന് മുകളിൽ കയറി കണ്ടില്ല, ഒരു ബ്രൗൺ കൂടെ അവിടെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഇതിലായി വരുന്നുണ്ട്. അടുത്ത ആഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇത് അത്യാവശ്യം കൂടുതൽ വിളവെടുക്കാനുണ്ടാവും. നമുക്കൊരു കുറെ പറിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഇനി മറ്റു 3 മരങ്ങളുണ്ട്, അതിലൊക്കെ ചെന്ന് നോക്കാം. ആയതുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ 3 പറിച്ചിട്ടതാണ്. അണ്ണാൻ ഇതുപോലെ കഴിച്ചിടും, ഇങ്ങനെ തൊണ്ടാക്കിയിട്ട് പോകും. അപ്പൊ ഇനി എന്നും നോക്കണം. ചിലപ്പോൾ 1-2 ഒക്കെ കിട്ടുക. അടുപ്പിച്ച് നമുക്ക് പറിച്ചെടുക്കണമെങ്കിൽ അത്യാവശ്യം എല്ലാം ഒരേപോലെ മൂപ്പായി കിട്ടണം. നമ്മൾ ഇതിൽ നെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. കുരങ്ങിന്റെ ശല്യം ഈ ഏരിയയിൽ കുറച്ച് കുറവാണ്, അതുകൊണ്ട് നെറ്റ് ഇട്ടിട്ടില്ല. ആവുന്നത് ഇതുപോലെ പറിച്ചെടുത്താൽ മതി. അണ്ണാനൊക്കെ വരുന്നതിന് രാവിലെ തന്നെ പറിച്ചെടുക്കണം. അപ്പൊ നമുക്ക് മറ്റു മരത്തിലൊക്കെ ചെന്ന് നോക്കാം. ഇത് ഫാമിലുള്ള വേറൊരു മരം കേട്ടോ. ഇതിലൊക്കെ പച്ച തന്നെയാണ്, ആയിട്ടില്ല. അതിന്റെ താഴ്ഭാഗത്തൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ള കായ്കളൊക്കെ ഇവിടെയൊക്കെ നല്ല ഉണ്ട്, ഒന്നും ആയി വന്നിട്ടില്ല. നമുക്ക് ഒരു മരത്തിലായിട്ടുള്ളത്. ഇനി ഒരു മരം കൂടെ ഉണ്ട്. നമുക്ക് 2 മരം നോക്കി, ഇതിലില്ല. തൊട്ടപ്പുറത്ത് വേറൊരു മരം കേട്ടോ, അതിലും ആയിട്ടില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ഇനി അടുത്തൊരു മരം കൂടെ ഉണ്ട്, അതിലൂടെ നോക്കി നോക്കാം. ആവുന്നുണ്ടേ പറിക്കാം. ഞാൻ പറഞ്ഞില്ല, ആയിട്ടില്ല. ഒക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാംഗോസ്റ്റിൻ പറിക്കാനുണ്ടാവും. അതിലൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ താഴ്ഭാഗത്ത് തന്നെ ഉണ്ടോ അത്യാവശ്യം നല്ല കായ്കളുണ്ട്. ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഒരു മരം കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് എന്തായാലും പോവാം. ഇത് നമ്മുടെ ഫാമിനോട് ചേർന്നൊരു മരം കേട്ടോ. അപ്പൊ ഇതിൽ ഒന്ന് പഴുത്തുണ്ട് കേട്ടോ. ഇതിലൂടെ വന്ന് നോക്കാൻ വന്നതാണ്. ഇതിലും ഒന്നുണ്ട്, അപ്പൊ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കുക. ഇത് അത്യാവശ്യം വലിയ മരമാണ്. അത്ര ആദ്യം പറിച്ച മരത്തിന്റെ അത്ര ഇല്ല, എന്നാലും വലിപ്പമുള്ള ഒരു മരമാണ്. ഇതൊക്കെ ആയി കിട്ടുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞാല് മാംഗോസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാണ്ടാവും.
ഇതിൽ ഒന്നല്ല കേട്ടോ, 2 എണ്ണം ആയതുണ്ട്. ഇതൊക്കെ മുകളിൽ കയറുമ്പോൾ നമ്മൾ കാണുന്നത്. മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് കാണുക. അതാ ഒന്ന് കേട്ടോ കുറച്ച് സൂപ്പർ ഒന്നാണ്. ഒന്നല്ല 2 അല്ല, 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലായതുകൊണ്ടേ കാണില്ല. 3 മാംഗോസ്റ്റിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് 3 എണ്ണം. നമുക്ക് 2 മരത്തിൽ നിന്നാണ് മാംഗോസ്റ്റിൻ ഇപ്പൊ ആയത് കിട്ടിയത്. ബാക്കി 3 മരത്തിൽ ആയി വരുന്നതേ ഉള്ളൂ. ഒക്കെ നല്ല പച്ചയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ അണ്ണാൻ കാണുന്നതിന് മുന്നേ പറിച്ചെടുക്കണം. അതിൽ ഇന്നാപ്പൊന്ന് ഞങ്ങൾ മാംഗോസ്റ്റിന് ആയൊക്കെ നോക്കാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പച്ച മാത്രം ഉള്ളതിന്റെ വീഡിയോ നമ്മൾ ചെയ്തു. മരത്തിൽ കായകൾ എത്ര ഉണ്ട് എന്നൊക്കെ അങ്ങനെ കാണിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഇനി അങ്ങോട്ട് എന്തായാലും ഞാനും ബിയമോളും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ കവറൊന്നും എടുക്കാതെ തന്നെ വന്നിട്ട് നോക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അത്യാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു കൊട്ട എടുത്ത് ഇറങ്ങില്ല. അപ്പം നമ്മൾ കുറച്ച് ബറാബപ്പഴം ആർക്കും വേണ്ട, കുറെ കൊഴിഞ്ഞു പോകും. മഴ ആയതുകൊണ്ട് മധുരം കുറവാണ്. നമുക്ക് 3 എണ്ണമാണ് മുകളിൽ നിന്ന് കിട്ടിയത്. താഴെ ഇറങ്ങിയപ്പോ ബിയമോള് കാണിച്ചു തന്നിട്ടോ, അതാ ഇവിടെ ഒന്നുണ്ടെന്ന്. ഇത് കണ്ടില്ല, ഈ ഇലയുടെ ഇങ്ങനെ ഇലമറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല, ഇങ്ങനെ മറിഞ്ഞു വെക്കായിരുന്നു. അപ്പൊ ഇതാ നല്ല വലുപ്പമുള്ളത് പഴുത്തിട്ടതാ. ബിയ കാണിച്ചാൽ ബിയക്കനെ കൊടുക്കും. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ 6 സീഡ് 6 കുരു ഉണ്ടാവട്ടോ ഇതില്. ശേഷം നമ്മൾ പറിച്ചത് നല്ല വലുതാട്ടോ. ഇനി അങ്ങോട്ട് നടക്കാം, നമുക്ക് മൊത്തം കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ബിയമോൾക്ക് എനിക്ക് ഇത്ര മാംഗോസ്റ്റിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ്. അവൾ കുറച്ച് ബറാബപ്പഴം ഏതാ ഒരു ഇലയിൽ എടുത്തിട്ടുണ്ട്. ബറാബ ഇഷ്ടം പോലെ കൊഴിഞ്ഞിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ബറാബ ആർക്കും വേണ്ട, പുളിയും ഒരു മധുരമൊക്കെ കുറവായതുകൊണ്ട്. അപ്പൊ ഇതാ ഇത്രയും മാംഗോസ്റ്റിൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട്. പിന്നെ അടുത്ത ആഴ്ച മുതൽ മാംഗോസ്റ്റിൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനുണ്ടാവും. പിന്നെ ഒന്നും കവറൊന്നും എടുക്കാതെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഇത്രയും മാംഗോസ്റ്റിൻ കിട്ടിയതാ. സൂപ്പർ മാംഗോസ്റ്റിൻ. താഴെ വീണ്